ശ്രദ്ധയോടെ കേൾക്കണേ യുവാക്കളെ. ഏതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട അമലെന്നറിയുമോ? അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരില് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സഹോദരങ്ങളെ, ഇന്ന് മാത്രമാണോ ദീനിന്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത്? ഒരു രാജസ്ഥാനിൽ മാത്രമാണോ? ഒരു ഹരിയാനയിൽ മാത്രമാണോ? ഒരു വടക്കേന്ത്യയിൽ മാത്രമാണോ? ഒരു ഗുജറാത്തിൽ മാത്രമാണോ? ഒരു ബർമയിൽ മാത്രമാണോ? ഒരു ഫലസ്തീനിൽ മാത്രമാണോ? അല്ല, അള്ളാനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ വിശ്വസിച്ചതിന്റെ പേരില് പീഡിപ്പിക്കപ്പെട്ട 9 പേരെ സ്വന്തം കാശ് മുടക്കി മോചിപ്പിക്കാനുള്ള ഭാഗ്യം കൊടുത്തു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അതിൽ ഒരാളാണ്. ബിലാൽ ഇബ്നു മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള 9 പേരെ ഇസ്ലാമികമായ എല്ലാ ചട്ടക്കൂട്ടിൽ നിന്ന് വിശ്വാസത്തിന്റെ രഥത്തിലേറെ സഞ്ചരിച്ചപ്പോ അള്ളാഹുവിന്റെ ശത്രുക്കളിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോ അതിൽ നിന്ന് മോചിപ്പിച്ച് സ്വന്തം കാശ് കൊടുത്ത് മോചിപ്പിച്ചത് 9 പേരെ മോചിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയത് അബൂബക്കർ തങ്ങളെക്കാണ്. അല്ലാഹുവേ വഅന അഅമല സാലിഹൻ തർലാ, നീ തൃപ്തിപ്പെടുന്ന ഒരു അമൽ ചെയ്തു ഞാൻ, ആ അമലിന്റെ പേരിൽ നീ എനിക്ക് തൗഫീഖ് തന്ന, അമൽ ചെയ്യാൻ ഭാഗ്യം തന്നതിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്താനും എനിക്ക് ഭാഗ്യം തരണേ അല്ലാ. 4-മതായി പറഞ്ഞതെന്താണ്? വസ്ലിഹ് ലീ ഫീ ദുർരിയതി, അല്ലാഹുവേ എന്റെ സന്താനങ്ങളെ നന്നാക്കണേ അല്ലാ, എന്റെ സന്താനങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹു ആ ദുആ അങ്ങ് സ്വീകരിച്ചില്ലേ? സഹോദരങ്ങളെ, സഹാബത്തിന്റെ കഥ പരിശോധിച്ചു നോക്കിയ ആ സഹാബാക്കളുടെ ഇടയിൽ നിന്ന് വാപ്പായും ഉമ്മായും മോനും മോന്റെ മക്കളുമെല്ലാം മുസ്ലിമീങ്ങളായ ഒരേ ഒരു കുടുംബമേ ഉള്ളൂ. അത് അബൂബക്കർ സിദ്ദീഖിന്റെ കുടുംബമാ. വാപ്പ അബൂ ഖുഹാഫ മുസ്ലിമാ, ഉമ്മ ഉമ്മുൽ ഖൈർ മുസ്ലിമാ. പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂബക്കർ തങ്ങൾ മുസ്ലിമാ. അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോൻ അബ്ദുറഹ്മാൻ മുസ്ലിമാ, അവരുടെ പൊന്നുമോന് മുഹമ്മദ് മുസ്ലിമാ. അങ്ങനെ പേരക്കുട്ടികളും മക്കളും വാപ്പയും ഉമ്മയും ഒക്കെ മുസ്ലിമായ ഒരേ ഒരു സഹാബിയേ ഉള്ളൂ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇതിവിടെ നിൽക്കട്ടെ. ഈ ആയത്ത് ഇറങ്ങാൻ വേണ്ടി ഒരു കാരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സഹോദരങ്ങളെ, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. ഈ 4 കാര്യങ്ങളാണ് ആദ്യമായി ഒരു യുവാവിന്റെ, ഒരു യുവതയുടെ, ഒരു യുവത്വത്തിന്റെ ആദ്യത്തെ ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന് ശ്രദ്ധിച്ചോളി. അബൂബക്കർ സിദ്ദീഖിന്റെ കഥ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മളും അവരും തമ്മിൽ തുലനം ചെയ്യുമ്പോ, കമ്പയർ ചെയ്യുമ്പോ അജഗജാന്തരം വ്യത്യാസമുണ്ട്. നമ്മളാരാ? അബൂബക്കർ സിദ്ദീഖാരാ? ഇന്ന് ചിലരും പറയും, അബൂബക്കർ അതാരാണ്? നമ്മളെ പോലെ ഒരാളല്ലേ? മുഹമ്മദ് നബിയെ പറ്റി നമ്മളെ പോലത്തെ ആളെന്നാ പറയുന്നത്, അല്ലേ? നമ്മളെ പോലത്തെ ആളെന്നാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കഥയും നമ്മുടെ ജീവിത ചരിത്രവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ആടുമാനയും പോലെ ഇരിക്കും. അള്ളാഹു നമുക്ക് അവരുടെ ഒക്കെ പാത പിൻപറ്റിയിട്ട് അവരുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സിദ്ദീഖ് തങ്ങളുടെ കഥ അവിടെ ഇരിക്കട്ടെ. 4 ധാർമ്മിക ഉത്തരവാദിത്വങ്ങൾ ഈ ആയത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവർ പഠിക്കണം. അതിൽ ഒന്നാമത്തേത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഒരു യുവത്വത്തിന്റെ സമയത്തേക്ക് എത്തപ്പെടുമ്പോൾ നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് പടച്ചവന് നന്ദി രേഖപ്പെടുത്തുന്നവരായി മാറുക. അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഒന്നാമത്തേത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്നാമത് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്താൻ, പടച്ചവന് ശുക്ർ ചെയ്യാൻ. കാരണം ഏറ്റവും നല്ല ചെറിയ പ്രായത്തിൽ ആരെങ്കിലും ഇല്ലാതെ നമുക്ക് ഒന്ന് നടക്കാൻ കഴിയില്ല. ആരെങ്കിലും ഉപദേശിച്ചു കൊടുക്കാതെ, ആരെങ്കിലും എന്നും പറഞ്ഞു കൊടുക്കാതെ ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രായമായി കഴിഞ്ഞാലോ സഹോദരങ്ങളെ, എത്ര വലിയ പണക്കാരനാണെങ്കിലും ആരെങ്കിലും കൂട്ടിന് നിർത്തിയിട്ടാണെന്ന് ബാത്റൂമിൽ പോവുക. അവർ എന്തും ചെയ്യണമെങ്കിൽ ആരെങ്കിലും കൂട്ടിന് വേണം. പക്ഷേ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ അല്ലെങ്കിൽ 40 വയസ്സ് വരെയുള്ള ആ യുവത്വത്തിന്റെ സമയത്ത് ആരെയും നമ്മൾ ആശ്രയിക്കേണ്ട അവസ്ഥ വരുന്നില്ല. ആരോഗ്യത്തോടു കൂടി അള്ളാഹു നമുക്ക് ജീവിക്കാൻ അവസരം തന്നാൽ ആരെയും നമ്മൾ ആശ്രയിക്കേണ്ടി വരില്ല. ഈ ശരീരത്തിന് ഇത്രയും ആരോഗ്യം തന്ന സിദ്ധത്തുള്ള ശരീരമെന്ന് അള്ളാഹു പറഞ്ഞ ഏറ്റവും നല്ല പക്വമായ പാകപ്പെടുത്തപ്പെട്ട
ബന്ധപ്പെട്ട മനസ്സുള്ള ഒരു വിഭാഗമാണ് യുവതയെന്ന് അല്ലാഹു പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് ജീവിക്കാൻ, ആ യുവതയിലൂടെ, ആ യുവത്വത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം തന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ശുക്ർ ചെയ്യണ്ടേ, നമ്മൾ ശുക്ർ ചെയ്യണ്ടേ. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയായത്. അദ്ദേഹത്തെ പറ്റി അല്ലാഹു പറഞ്ഞത് ആ യുവത്വത്തിന്റെ സമയത്ത് അദ്ദേഹം ശുക്ർ ചെയ്യാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിച്ചു എന്നാണ്. രണ്ടാമത്തേത്, ചെറിയ പ്രായത്തിൽ വാപ്പ മാത്രമേ ഉണ്ടാവൂ, ഉമ്മ മാത്രമേ ഉണ്ടാവൂ. 18 വയസ്സിന് താഴോട്ടുണ്ടാകുമ്പോ വാപ്പായും ഉമ്മായും മാത്രമേ ഉണ്ടാവുള്ളൂ, താഴോട്ട് ആരും ഉണ്ടാവൂല. അതുപോലെ തന്നെ പ്രായം ഒരുപാട് ചെന്ന് 19 വയസ്സ് 60 വയസ്സൊക്കെ എത്തുമ്പോ മുകളിലോട്ടും ആരും ഉണ്ടാവൂല, താഴോട്ട് മാത്രമേ ആളുണ്ടാവൂ. പക്ഷെ യുവത്വത്തിൽ അങ്ങനെയല്ല, മുകളിലോട്ടും ആളുണ്ടാവും, താഴോട്ടും ആളുണ്ടാവും. മുകളിലോട്ടും ആളുണ്ടാകും, താഴോട്ടും ആളുണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ എനിക്ക് മാത്രമല്ല നീ നിഅമത്ത് തന്നത് എന്റെ മാതാപിതാക്കൾക്ക് നിഅമത്ത് തന്നിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾക്ക് തന്ന നിഅമത്തിന്റെ പേരിൽ ശുക്ർ ചെയ്യാൻ എനിക്ക് തൗഫീഖ് തരണേ അല്ലാ. സഹോദരങ്ങളെ, മാതാപിതാക്കൾ അനുസരിക്കലാണ്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അംഗീകരിക്കലാണ്, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കലാണ് യുവാക്കൾക്ക് അല്ലാഹു പറഞ്ഞ രണ്ടാമത്തെ കാര്യം. സഹോദരിമാരെ, നിങ്ങളുടെ യുവത്വ സമയമുണ്ടല്ലോ, ആ യുവത്വത്തിന്റെ സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ തള്ളി പറയാൻ പാടില്ല. ആ മാതാപിതാക്കൾക്ക് വേണ്ട രീതിയിലും നിങ്ങൾ ഖിദ്മത്ത് എടുക്കേണ്ടവരാണ്, അവർക്ക് നിങ്ങൾ ഗുണം ചെയ്യേണ്ടവരാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മൂന്നാമതായി സഹോദരങ്ങളെ, സൽക്കർമ്മം ചെയ്യലാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മമാണ്. ആ സൽക്കർമ്മമാണ് 9ഓളം വരുന്ന അടിമകളെ മോചിപ്പിച്ചു എന്നുള്ളത്. വെറും അടിമകളല്ല, ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന പാവപ്പെട്ട ഇസ്ലാമിലോട്ട് കടന്നു വന്നു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ഭീകരമായ ബീഭത്സമായ കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പാവപ്പെട്ട 9 പേരെ മോചിപ്പിക്കാൻ അബൂബക്കർ തങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കലാണ് വേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കലാണ് വേണ്ടത്. സഹോദരങ്ങളെ, യുവാക്കൾക്ക് കഴിയും അൽഹംദുലില്ലാഹ് പാവപ്പെട്ട ജനതകൾക്ക് വേണ്ടി ജീവിക്കാൻ. കണ്ണീര് കുടിക്കുന്നവന്റെ കണ്ണീരൊപ്പിക്കൊടുക്കാൻ, കഷ്ടപ്പെടുത്തപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കാൻ, സങ്കടപ്പെടുന്നവന്റെ സങ്കടം മാറ്റിക്കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ യുവാക്കൾക്കാണ് കഴിയുക. പ്രായമുള്ളവരെ ഇറങ്ങിയാലും നടക്കില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി എന്ന വന്ധ്യവയോധികനായ വാർദ്ധക്യത്തിലേക്ക് എത്തിയ ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട യുവാവായ പൊന്നുമോൻ ഇസ്മായിലിന്റെ കൈ പിടിച്ചപ്പോഴാണ് കഅബാലയം വന്നത്. ഇബ്രാഹിം നബി എന്ന ആ വൃദ്ധനായ പിതാവ് ഇസ്ഹാഖ് എന്ന് പറയുന്ന പൊന്നുമോന് യുവാവിന്റെ കൈ പിടിച്ചപ്പോഴാണ് ബൈത്തുൽ മുഖദ്ദസ് വന്നത്. സഹോദരങ്ങളെ, യുവാക്കളോട് ധാർമ്മിക മൂല്യങ്ങളിൽ എനിക്ക് ഊന്നി പറയാനുള്ളത് പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കലാണ്, പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കലാണ്. പണ്ട് കാലങ്ങളിലെ വാദ നിങ്ങൾക്കറിയുമല്ലോ, പള്ളിയിലെ മുസക്കിടാൻ വേണ്ടിയിട്ടാണ്, പള്ളിയിൽ ടൈലിടാൻ വേണ്ടിയിട്ടാണ്, ബാത്റൂമിനകത്ത് ടൈലിടാൻ വേണ്ടിയിട്ടാണ്, പള്ളി മോടി പിടിപ്പിക്കാനാണ്, പെയിന്റ് അടിക്കാനാണ്. അതെല്ലാം ഇന്ന് മാറി ചെറുപ്പക്കാരാ, അതെല്ലാം ഇന്ന് മാറിപ്പോയി. അതൊക്കെ ഇന്ന് ഔട്ട് ഓഫ് ഫാഷനായി. ഇന്നത്തെ മഹൽ സംഘാടകർ പറയുന്നത്, സാറേ ഞങ്ങളുടെ ഈ മഹല്ലത്തിൽ പാവപ്പെട്ട 10ഓ 20ഓ പെൺകുട്ടികളുണ്ട്, അവരെ കെട്ടിച്ചയക്കണ്ടേ, അതിന് സാമ്പത്തികമായ സഹായം വേണം. ഞങ്ങളുടെ നാട്ടിലെ രോഗികളായി കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഒരു വലിയ പരിവർത്തനമാണ് യുവാക്കളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, ചിന്തിക്കണേ, യുവത്വം എന്ന് പറയുമ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് വഅന അഅമല സാലിഹൻ തർലോ. അല്ലാഹുവേ, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാൻ എനിക്ക് ഭാഗ്യം തരണമെന്ന് പറയുമ്പോ മുഴുവൻ മുഫസ്സിരീങ്ങളും പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിക്കൊടുത്ത, പീഡിപ്പിക്കപ്പെടുന്നവന്റെ പീഡനത്തിന് അറുതി മാറ്റിയ കഥയാണ് പറഞ്ഞതെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നിങ്ങൾക്ക് കഴിയുമോ പാവപ്പെട്ടവരെ സഹായിക്കാൻ? നിങ്ങൾക്ക് കഴിയുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ഉറച്ചുകയാണ്, പെങ്ങന്മാരെ, നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് കഴിയും.
കഴിയൂ. നിങ്ങളുടെ വീട്ടിൽ പാവപ്പെട്ട ഏതെങ്കിലും ഒരു രോഗിയുണ്ടെങ്കിൽ ആ രോഗികൾക്ക് സമാധാനം കൊടുക്കാൻ, സന്തോഷം കൊടുക്കാ. എന്റെ പെങ്ങളെ, നിങ്ങൾക്കേ കഴിയൂ. എന്റെ ചെറുപ്പക്കാരെ ശ്രദ്ധയോടെ കേൾക്കണേ. ചെറുപ്പക്കാരാ, നിങ്ങൾക്കറിയുമോ ഒരു ചെറുപ്പക്കാരന്റെ കഥ ഞാൻ പറഞ്ഞു തരാ. ആ ചെറുപ്പക്കാരന് ഏതോ നാട്ടിൽ ഒരു സംഭവം ഉണ്ടായി. രണ്ടുപേര് തമ്മിൽ നടന്ന ഒരു പ്രശ്നത്തിന്റെ പേരില് പരിഹാരത്തിന് വേണ്ടി ചെന്ന ഈ ചെറുപ്പക്കാരന് കൈയൊന്ന് നിവർത്തിയപ്പോ, അങ്ങനെ ഒന്ന് പിടിച്ചു മാറ്റിയപ്പോൾ അയാള് വീണ് ചത്തുപോയി. വീണു മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഭയവികുലനായി പേടിച്ചുകൊണ്ട് നാട് വിടുകയാണ്. എത്തിയത് എവിടെയെന്നറിയോ? മദിയൻ എന്ന് പറയുന്ന പ്രദേശത്താണ്. സുബ്ഹാനല്ലാഹ്, ആ യുവാവിന് പരിചയമുള്ള ആരും തന്നെ അവിടെയില്ല. ആരും തന്നെ പരിചയമുള്ള ആൾ അവിടെയില്ല. ആ സമയത്താണ് ഒളിഞ്ഞു നിന്ന് മാറി നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ, വെള്ളം കോരുന്ന കുറെ ചെറുപ്പക്കാരെ കണ്ടു. അവര് വെള്ളം കോരുകയാണ്. വെള്ളം കോരുന്ന ചെറുപ്പക്കാരെ കണ്ടപ്പോ ഈ ചെറുപ്പക്കാരൻ നാട് വിട്ടു വന്ന ചെറുപ്പക്കാരനാ. ആ ചെറുപ്പക്കാരൻ വെള്ളം കോരുന്ന ഒരു പറ്റം യുവാക്കളെ കണ്ടപ്പോ ആ യുവാക്കളോടൊന്നും മിണ്ടാനും സംസാരിക്കാനും വേണ്ടി തീരുമാനമെടുക്കുമ്പോ രണ്ട് പെൺകുട്ടികൾ, സുന്ദരികളായ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുകയാണ്. അവരുടെ കയ്യിലാ കുടമുണ്ട്, കലമുണ്ട്, വെള്ളം കോരാ ബക്കറ്റ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളുമായി വന്നു നിൽക്കുന്ന പെൺകുട്ടികളാണ്. കുറെ യുവാക്കൾ അവിടെ ആടിന് വെള്ളം കൊടുക്കുന്നു. അവര് കോരി കുടിക്കുന്നു, അവര് ശേഖരിക്കുന്നു. അവിടേക്ക് പോകാതെ ഈ രണ്ട് പെൺകുട്ടികൾ മാറി നിന്നപ്പോ, ചെറുപ്പക്കാരാ ശ്രദ്ധയോടെ കേൾക്കണേ. നിങ്ങൾ പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കാൻ നല്ല മനസ്സ് കാണിച്ചാൽ, എന്റെ 18 വയസ്സ് മുതൽ വിവാഹമെത്തുന്നത് വരെ വിവാഹപ്രായം